മഹാന്മാരെ മഹബത്ത് വെച്ച് ഒരുമിച്ച് കൂടിയത് നാളെ ആഖിറത്തിലും അവരുടെ കൂടെ കൂടാൻ അള്ളാഹു ഒരു കാരണമായി നമ്മിൽ നിന്ന് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പ്രസംഗവും വഅളോ ഉപദേശവും പറയാൻ ഞാൻ അർഹനല്ല. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുപോലെ അതിനു പറ്റിയൊരു സാഹചര്യമല്ല, സന്ദർഭമല്ല. പ്രത്യേകിച്ച് ഉപദേശം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട റഫീഖ് അഹ്സനി എന്ന സഹോദരൻ സുഹൃത്ത് കാസർഗോഡ് നിന്ന് നമുക്ക് ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. നിങ്ങളത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ദുആ ചെയ്ത് ഞാൻ ഒഴിവായി തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടികൾ ഇവിടെ ഇപ്പൊ എല്ലാ നാടുകളിലും അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെയും ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന മഹാന്മാരെ മഹബത്ത് വെക്കുന്ന ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങൾ പല നാടുകളിലും ഇപ്പോ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ മഹാനരായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പേരിൽ കഴിച്ചു വരാറുള്ള ദറാത്തീബും ദഫ്റാത്തീബും കൊണ്ടാടുകയാണ്. അതിനോടനുബന്ധിച്ച് ഉത്ബോധനങ്ങളും മറ്റു മജ്ലിസുകളും നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരനാവശ്യ കാര്യം അല്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറയോട്, പുതിയ സമൂഹത്തോട്, തലമുറയോട്, യുവാക്കളോട് അത് ഓർമ്മപ്പെടുത്തേണ്ടത്. കാരണം ഈ നാട്ടില് എത്ര കൊല്ലായി നമുക്കറിയില്ല. ഈ അടുത്തൊരു ദിവസം നാട്ടിൽ പോയപ്പോ 35-ാമത്തെ കൊല്ലം. ഇപ്പൊ മിന്നാത് ബോൾമാറിൽ പോയപ്പോ ഇവിടെ 45-ാമത്തെ കൊല്ലം. ഇവിടെ എത്ര കൊല്ലായി? 60-നേക്കാൾ കൂടുതലാണ്. 64-ാമത്തെ കൊല്ലം. അള്ളാഹു ഖബൂലാക്കട്ടെ. എന്ന് പറഞ്ഞാൽ 64 കൊല്ലങ്ങളായി ഈ നാട്ടിൽ നടന്നു വരുന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഅ്മിനീങ്ങളുടെ അല്ലാഹുവിനേക്കുള്ള അടുക്കാനുള്ള മാർഗങ്ങളുടെ വഴികളുടെ ഒരു വഴിയാണിത്, ഒരു കാരണമാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ഏതെങ്കിലും നമ്മുടെ ആളുകൾക്ക്, ഒരു 4 ആളുകൾക്ക് കൂടി, ഒരു 5 ആളുകൾക്ക് കൂടി, ഒരു 10 ആളുകൾക്ക് കൂടി ഇതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ മഹാന്മാരെ സ്നേഹിക്കാനും അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാനും അവരിലേക്ക് അടുക്കാനുമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ വേണ്ടി കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? സാധിക്കുമോ? ഇല്ല. കാരണം ഇന്ന് നമ്മളൊക്കെ മറ്റു പറഞ്ഞതിന്റെ, ഞാൻ പറയുന്നത് നിങ്ങളെയല്ല, ഞാൻ എന്നെയാണ് പറയുന്നത്. എന്നെ കൊണ്ടാവൂല, നമ്മളെ കൊണ്ടാവൂല. അപ്പോ ഇത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. പുതിയ നമുക്ക് തോന്നിപ്പോവും, അതെന്താ പഴയത് നിർത്താനായില്ലേ? ഇവിടെ ഗാനമേള വെച്ച എത്ര ആളുണ്ടാവും? ഫുട്ബോൾ ടർഫ് നിർമ്മിച്ച് അവിടെ ഇവരൊക്കെ വരും. ഇപ്പൊ ടർഫ് ഇപ്പൊ വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറവാണ്. തെക്കോട്ട് ഭാഗത്ത് ഇങ്ങനെ വന്ന് കുറച്ചു കാലം ടർഫ്. ഞാൻ പറഞ്ഞൊക്കെ വന്ന് നിങ്ങൾ പറഞ്ഞക്കണ്ടേ? വരും. അപ്പൊ എത്ര ആളുണ്ടാവും? ഉറക്കിനൊരു പ്രശ്നമല്ല, രാത്രി ഒരു പ്രശ്നമല്ല, വിശപ്പ് ഒരു പ്രശ്നമല്ല, ഒന്നും പ്രശ്നങ്ങളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ, ഇവിടെ പറഞ്ഞു 64 കൊല്ലം മുമ്പ്, ഇന്ന് ആ 64 കൊല്ലം പോയിട്ട് ഒരു 60 കൊല്ലം, ഒരു 50 കൊല്ലം ജീവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ യുവാക്കൾക്കോ പറയാൻ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല.
ആ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യസ്ഥിതിയും. അല്ലാഹു നമുക്കൊക്കെ പരിപൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ 64 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടത്തെ കാരണവന്മാർ, ആ കാരണവന്മാർ ഈ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി വളർന്നു വരുന്ന നമ്മളെ കണ്ടുകൊണ്ട്, ഇന്നീ നിൽക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ട്, ഇനി ശേഷം വരുന്നവരെ കണ്ടുകൊണ്ട് ഇവിടെ അല്ലാഹുവിന്റെ ദീനിലായ ഒരു സമൂഹം വളർന്നു വരണം. ഈ കാണുന്ന പള്ളി പരിപാലിക്കാൻ ഇവിടെ ഒരു സമൂഹം ഉണ്ടാവണം. ഇവിടെ നടക്കുന്ന മദ്രസ നടത്താൻ ഇവിടെ ഒരു സമൂഹം ഉണ്ടാവണം. ഇവിടെ ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിഭാഗം ഉണ്ടാകണം. അതിന് മഹാന്മാരെ മുറുകെ പിടിച്ച്, മഹാന്മാരാണ് കൂട്ടിപ്പിടിച്ച് അവരുടെ വഴിയിൽ ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെന്ന് അവർ തുടങ്ങിയത്. അന്നോ സൗകര്യങ്ങളോ, അന്നുള്ള സൗകര്യങ്ങളോ ഇത്രയില്ലല്ലോ. ഈ സുരുവേല് പള്ളിയെയും പരിസരത്തെയും സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് എനിക്ക് പറയാനും അറിയില്ല. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായാലും പറയാ, അന്നിതുപോലെ മറ്റു കരുബന്ധ കാര്യങ്ങളും നടന്നത്. ഇത്തരം നല്ല നല്ല ഒത്തൊരു നല്ല കാണാൻ ഗാംഭീര്യമുള്ള സ്റ്റേജും പരിസരവും ഇല്ല. അന്ന് ചിലപ്പോ ഓല കൊണ്ട് മുളിയിട്ട പന്തലായിരിക്കാം. ഇന്ന് ഈ കാണുന്ന പൈപ്പിന് കൊണ്ടുള്ള പന്തലും കാര്യങ്ങളും തൂണുകൾക്കും പകരം അന്ന് കവുങ്ങ് കൊത്തിക്കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെട്ട് വേർപ്പൊലിച്ചിട്ട് അന്നത്തെ കാരണവന്മാർ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും പണികളും കാര്യങ്ങളും നടത്തി. അതിന് പുറമെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലി അല്ലാഹുവിലേക്കുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി തീർത്ത മഹാന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ തലമുറയിലേക്ക് ഈ നല്ല കാര്യങ്ങൾ കൈമാറി തന്നത്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം പോയി പോവുകയാണ്. ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞു, പരിസരങ്ങളിലേക്കൊക്കെ ദഫ്രാത്തീവിന് പോകാൻ ഇവിടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ മിനാദ് പറഞ്ഞു, ഇപ്പൊ ആളില്ല. ഞാൻ തന്നെ അറിയുന്ന കുറെ വയസ്സായ ആളുകൾ ഇങ്ങനെ കഴിഞ്ഞ കൊല്ലുള്ള ആൾ ഇക്കൊല്ലില്ല മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ദഫ്രാത്തീബിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഇതൊക്കെ മഹാന്മാരെ പിന്തുടർന്ന് അവരെ ദിക്റുകളും അവരെ കൊണ്ടുവന്ന വിറുതുകളും അത് ഓരോ രീതിയിൽ ഷാദുലി റാത്തീബ് ഇവിടെയുണ്ട്, അതിനെ കളിയാക്കുന്നവരുണ്ട്. ദഫ്റാത്തീബ് ഉണ്ട്, അത് കളിയാക്കുന്നവരുണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഇപ്പൊ ട്രോളുന്നതിനെ കുറിച്ചൊന്നും നോക്കിയാൽ ഖബറിൽ കിടക്കുന്ന ഔലിയാക്കന്മാരെ വരെ ഇപ്പൊ ട്രോളുകയാണ്. ആധുനിക ലോകത്ത് പുതിയ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ചിലപ്പോ ഈ പ്രസംഗിക്കുന്ന എന്നെ ചിലപ്പോ നാളെ ട്രോളി എന്ന് വരാം. കാരണം ഓൺലൈനിലൂടെ പോകുന്നത് അത് ആർക്കും എവിടെയും എപ്പോഴും എത്താം. അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ ദീന്, അല്ലാഹുവും അവന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് അവരിൽ നിന്ന് മഹാന്മാരായ ആളുകളും പഠിപ്പിച്ചു തന്ന ദീനിന്റെ കാര്യങ്ങൾ, ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ അവകാശങ്ങൾ അതിൽ ഇടം വലം നോക്കാതെ, അതിൽ ആരെങ്കിലും മുമ്പിലും ഞാൻ കുറവ് വരുമോ എന്ന് ചിന്തിക്കാതെ, ആരുടെയെങ്കിലും മുമ്പിൽ ഞാനത് അനുഷ്ഠിച്ചാൽ, ഞാനത് ചെയ്താൽ, ഉദാഹരണത്തിന് ഞാൻ നാട്ടിലൂടെ തൊപ്പിയിട്ട് പാന്റും സൂട്ടും പാന്റും മിൻസൈഡും ധരിച്ച് നടക്കുമ്പോ അതിന്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താകുന്ന തൊപ്പി തലയിലിട്ടാൽ നാലാളുടെ മുമ്പിൽ ഞാൻ ചെറുതായി പോകുമെന്ന ചിന്ത വന്നാൽ പോലും, അങ്ങനെയുള്ള ഒരു അവസരം വന്നാൽ പോലും ആ ഒരു കാര്യത്തിന് എനിക്ക് മുഖവിലക്കെടുക്കാതെ എന്റെ ഹബീബിന്റെ സുന്നത്താണ് ഇതെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കാനുള്ള ചങ്കൂറ്റമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത്, മഹാന്മാരോടുള്ള മഹബ്ബത്ത്. അതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. നമുക്ക് വേണ്ടത് അതാണ്. അതൊരുപാട് ഇപ്പോ ഒരാള് ളുഹറിന് എല്ലാ നിസ്കാരങ്ങൾക്കും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അത് നിസ്കരിക്കാൻ വേണ്ടി സമയമില്ല. ഇനി ഒരാൾ അത് സാധാരണ നിസ്കരിച്ച് അയാൾ എപ്പോഴും പള്ളിയിൽ പോയി എന്നാൽ തന്നെ പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അയാളെ കൂടെ കൂട്ടി നടക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. കാരണം എന്താ, ഒരിക്കെന്തോ ഒരു ഹാലാണ്. അതാണ് ഇപ്പോഴത്തെ മെന്റാലിറ്റി. ഓൻ എന്തല്ല
ഓൻ സ്മാർട്ടല്ല. അല്ലാഹു നമുക്ക് ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് വന്നാലും ഞാനും നിങ്ങളും മടങ്ങിപ്പോകേണ്ടവരാണ്, ഞാനും നിങ്ങളും തിരിച്ചു പോകാനുള്ളവരാണ്. ആ പോകുന്ന പോക്കിൽ നമുക്ക് എന്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ? പറയുന്ന ഞാൻ വെറും പാപ്പറാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? മഹാന്മാരോടുള്ള മഹബത്തും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും അവര് കാണിച്ചു തന്ന മാർഗങ്ങളിലൂടെ നാം പരമാവധി വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ്. നാളെ വെള്ളിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ്, നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇന്ന് രാത്രി മുതൽ അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരമാവധി 3 അൽ കഹ്ഫ് സൂറത്ത് ഓതണമെന്നാണ്. പോകട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഓതും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പള്ളിയിൽ പോയിട്ട് ഒരു അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ ഓൻ പഴഞ്ചനാണ്, ഓനാളൊരു കൊള്ളരുതാത്തവനാണ്, ഓനാൻ മോഡേൺ അല്ല. കാരണം നേരത്തെ പള്ളി പോയപ്പോ ഇപ്പൊ ഒരു മോശ 4 ആളുകളുടെ മുമ്പിൽ ഇപ്പോ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ നല്ലതിനിക്കും നന്മകൾക്കും നല്ല വഴികൾക്കും മഹാന്മാര് പോയ വഴികളിലൂടെയും നമുക്ക് പോകുകയും വർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മോഡേണല്ലാതെയും ഒരു പഴഞ്ചനുമായി കാണുന്ന കാലത്ത് ജീവിക്കുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. ഉസ്താദ് നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. അതേപോലെ മഹാന്മാരുടെ വഴി ഒന്നും കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഴികൾ നമുക്ക് എത്തിച്ചു തരാൻ എത്രയാ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഹബീബായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാൻ നിർത്തുന്നു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലവദിത്തു ലഅന്നകൂന ത്വയ്റാ, ലവദിത്തു ഞാൻ ആശിച്ചു പോവുകയാണ്, പകലിൽ ഈ മരത്തിന്റെ മുകളിൽ പറവ വന്നിരിക്കാറില്ലേ, കാക്ക വന്നിരിക്കാറില്ലേ, മറ്റ് പക്ഷികൾ വന്നിരിക്കാറില്ലേ? ആ പക്ഷിയെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പക്ഷി, ഞാനും നിന്നെ പോലൊരു കിളിയായെങ്കിലും നാശിച്ചു പോവുകയാണ്, ഞാനും നിന്നെ പോലൊരു പക്ഷിയായെങ്കിൽ ഒരു കിളിയായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തേ? നീ ഇവിടെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പാറിപ്പറന്ന് കളിക്കുന്നു, അവിടെ നിന്നിട്ടുന്ന കിട്ടുന്ന കായ്ക്കനികൾ പഴങ്ങൾ നീ ഭക്ഷിക്കുന്നു, അങ്ങനെ നിന്റെ ജീവിതവും ആയുസ്സും തീർന്നു പോകുന്നു, നിനക്ക് ഹിസാബില്ലല്ലോ, റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാനില്ലല്ലോ, കണക്കുകൾ അവതരിപ്പിക്കാനില്ലല്ലോ. ഈ പാവപ്പെട്ട അബൂബക്കർ എനിക്ക് എന്റെ ഓരോ നിമിഷങ്ങളും മറുപടി പറയണമല്ലോ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട യുവാക്കളെ, ഓ എന്റെ സ്നേഹിതന്മാരെ, രക്ഷിതാക്കളെ, ഒരു പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതാൻ അവസരം കണ്ടെത്താത്ത, എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്രിബ് തുടങ്ങി ഉറങ്ങുന്നതിന്റെ മുമ്പിൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം ഓതാൻ സാധിക്കാത്ത ഞാനും നിങ്ങളും എന്ത് പറയണം? സൂറത്തു ദുഹാൻ ഓദിക്കാൻ സാധിക്കാത്ത ഞാനും നിങ്ങളും എന്ത് ചിന്തിക്കണം? അതുപോലെ റവാത്തിബ് നിസ്കരിക്കാൻ പറ്റാത്ത ഞാനും നിങ്ങളും എന്താഗ്രഹിക്കണം? ഫർള് നേരാം വണ്ണം നിസ്കരിക്കാത്ത ഞാനും നിങ്ങളും എന്താശിക്കണം? അല്ലാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് ബാക്കി പറയും, ഇതാണ് മഹാന്മാരുടെ വഴികട്ടോ. ഏത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഞാൻ നിർത്തുന്നു.
മുത്തുനബി തങ്ങൾ സ്വർഗം കൊണ്ട് അറിയിച്ച ആളല്ലേ. അമ്പിയാക്കന്മാർക്ക് ശേഷം മനുഷ്യരാശിയിൽ നമ്പർ 1 ആയി 1-ാം സ്ഥാനത്തുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ദീനിന്റെ നമ്മുടെ സംരംഭങ്ങളില്ലേ, ഇന്ന് കാണുന്ന ദീനിന്റെ ഇസ്സത്തില്ലേ, ഇന്ന് കാണുന്ന ദീനിന്റെ സൗകര്യങ്ങളില്ലേ, പള്ളികളില്ലേ, വലിയ വലിയ പള്ളികൾ, മിനാരങ്ങൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പള്ളികളുണ്ടല്ലോ, നമുക്കിവിടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, മദ്രസകളുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സംരംഭങ്ങളുണ്ടല്ലോ. എല്ലാം നമുക്കിന്ന് കൈവത്തി നല്ല ഇസ്സത്തോടെ കൊണ്ട് നടക്കാൻ കാരണമെന്തേ? ഈ വഴിയിലേക്ക് നാം ഇന്ന് വളരെ റാഹത്തായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണമെന്തേ? ഒരുപാട് മഹാന്മാരായ ആളുകൾ ഇവിടെ, നമ്മുടെ മുൻഗാമികളായ പഴയകാലത്ത് മഹാന്മാർ, അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര അധ്വാനിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ നിർത്തി. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് ഇൽമുകൾ, ഹദീസുകൾ ഈ സമുദായത്തിന് എത്തിച്ചു തന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുത്തുനബി തങ്ങളുടെ വായയിൽ നിന്ന് എന്തെങ്കിലും മണിമുത്തുകൾ വരുന്നോ എന്ന് നോക്കി കാത്തുകെട്ടി അഹ്ലുസ് സുഫയുടെ കൂട്ടത്തിൽ മദീനത്തെ പള്ളിയുടെ ചെരുവിൽ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, കുടുംബമില്ലാതെ എല്ലാം ഒഴിവാക്കിയിട്ട് ആളുകളൊക്കെ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്ത് സമ്പാദിക്കുമ്പോ അതൊന്നുമല്ല വലുത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വഹ്യ്, ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുത്തുനബി തങ്ങളുടെ ചലനങ്ങൾ, മുത്തുനബിയുടെ സംസാരം, മുത്തുനബിയുടെ മൗനാനുവാദങ്ങൾ എല്ലാം ദീനിന്റെ നിദാനങ്ങളാണ്, എല്ലാം ദീനിന്റെ വഴികളാണ്, എല്ലാം ദീനിന്റെ നിയമങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്ന് പൊരിഞ്ഞിട്ട് ഒരിറ്റ് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് ആശിച്ചുകൊണ്ട് എവിടെയും ഒരു വഴിയും കാണുന്നില്ല. അവസാനം മദീനത്തെ പള്ളിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വരുന്ന ഉമ്മറപ്പടിയുടെ അടുത്ത് നബി സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കരളിന്റെ ഭാഗം നിലത്തേക്ക് തട്ടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതാ വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്തിന്റെ സംശയം ചോദിക്കുകയാണ്. എന്തിനാണ് ചോദിച്ചതെന്നറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട യുവതികളെ, ഓ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, എന്തിനാണിത് ചോദിച്ചതെന്നറിയുമോ? അവിടെ അറിവ് കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നേരെ മറിച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഞാൻ ഈ മസല ചോദിക്കുമ്പോ അതോടൊപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഓ അബൂ ഹുറൈറ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ കൂടെ പോരൂ എന്ന് പറയുമെന്ന് ആശിച്ചുകൊണ്ടാണ്. കാരണം വിശപ്പിന്റെ അങ്ങേയറ്റത്ത് എത്തിപ്പോയി, ജീവൻ തന്നെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അവസ്ഥ വന്നു. പിന്നീട് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മസല പറഞ്ഞു പോയി. അവസാനം ശേഷം വരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. തങ്ങള് മഹാന്മാരെ പറ്റി പറയുന്നത് എന്താ? അവർ അവരുടെ ശിഷ്യന്മാരുടെ മുറബ്ബിയായ ശൈഖ് മഹാന്മാർ ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. എന്നതുപോലെ ഏറ്റവും വലിയ ശൈഖ് അല്ലേ മുത്തുനബി തങ്ങൾ. ആ മുത്തുനബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള കാര്യം അറിഞ്ഞു. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിശപ്പുണ്ട്, ഭക്ഷണം കിട്ടാതെ വിഷമിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ പോരൂ അബൂ ഹുറൈറ.
ഹദീസുകളിൽ കണഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ നബി തങ്ങളുടെ കൂടെ പോയിട്ട് പാല് കിട്ടിയിട്ട് സന്തോഷം കൊണ്ടുവന്നു. അതാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ദർസുകളിൽ പഠിക്കുന്ന ഇൽമ്. നമ്മുടെ കുട്ടികൾ മദ്രസകളിൽ പഠിക്കുന്ന അലിഫും ബാവും നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും വുളുവിന്റെ ഷർത്തും ഫർളും ഒക്കെയും ഇങ്ങനെ കഷ്ടപ്പെട്ട് മഹാന്മാരായ ആളുകൾ നമുക്ക് കൈമാറി തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ വില കണ്ട് അതിനെ അറിഞ്ഞ് ബഹുമാനിച്ച് അതിന്റെ ആളുകളെ ബഹുമാനിച്ച് ആ രീതിയിൽ നാം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, അഹബ്ബുന്നാസി ഇലല്ലാഹി, ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയം ആരോടാണ്? കുറെ നിസ്കരിക്കുകയും നോമ്പൊക്കെ ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. അതിനേക്കാളൊക്കെ ഏറ്റവും അല്ലാഹുവിന് പ്രിയരാണ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ്. ജനങ്ങൾക്ക് ഒരു പൈസ ഇല്ലാതെ ഹോസ്പിറ്റലിൽ മരുന്ന് കൊണ്ടുവരാൻ പൈസ ഇല്ലാതെ ഒരാൾ വിഷമിക്കുകയാണ്. അയാൾക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് നാം സഹായിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? ദീനിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? അവരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങള് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉമ്മമാരെ, അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു ഉപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തു സഹായിക്കൂ. എന്തെങ്കിലും ഒരു ചെറിയ സാധനത്തിന്റെ ഒരു പൈസയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് സഹകരിച്ച്, നമ്മൾ വലിയ അമല് കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇഖ്ലാസ് പറഞ്ഞ് നമ്മളെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.